തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് കിഴക്ക് ദർശനമായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ രഞ്ജിത്ത് കലാഭവൻ, ഇളയൊരു കലാകാരനാണ്. കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീ കലാഭവൻ മണിയുടെ സഹോദരിയുടെ മകനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ്. മൂഴിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിന് ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് ലക്ഷ്മണ ക്ഷേത്രം. വളരെ ചുരുക്കം ക്ഷേത്രമാണ് കേരളത്തിലുള്ളൂ ലക്ഷ്മണ ക്ഷേത്രം. അതിൽ അതിപുരാതനമായ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മൂഴിക്കുളത്തുള്ള ഈ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ചൊരു 4-5 കിലോമീറ്റർ അപ്പുറം മാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ മിക്കപ്പോഴും ഈ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിനൊക്കെ ആയിട്ട് ഒട്ടുമിക്കപ്പോഴും ഈ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നാലമ്പല ദർശനത്തിന് ഏറെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ ലക്ഷ്മണ ക്ഷേത്രം. അതായത് കർക്കിടകം 1-ാം തീയതി രാമായണ മാസം ആരംഭിക്കുകയാണ്. ഈ രാമായണ മാസം തുടങ്ങുന്ന സമയത്ത് ഈ വരുന്ന 30 ദിവസം ഒരുപാട് ഭക്തജനങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മണൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷ്മണൻ്റെ വളരെ ചുരുക്കം അമ്പലങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹം സാധിക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ ഈ പറഞ്ഞ രാമായണ മാസം ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ അങ്കമാലിയിൽ നിന്നും വരികയാണെങ്കിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഒരു ബസ്സിന് കയറി കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിന്ന് ബസ്സുണ്ട്. കുറുമശ്ശേരിയിൽ വന്നിറങ്ങി കുറുമശ്ശേരിയിൽ നിന്ന് അന്നമനടയ്ക്ക് അല്ലെങ്കിൽ മാളയ്ക്ക് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വരേണ്ട വഴി ഇങ്ങനെയാണ്. മുൻകാലത്ത് വനപ്രദേശമായിരുന്നു മൂഴിക്കുളം. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഹരിതമഹർഷി മഹാവിഷ്ണു ദർശനത്തിനായി നെടുനാൾ പുറയാറിൻ്റെ തീരത്ത് അഥവാ ചാലക്കുടിയാറിൻ്റെ തീരത്ത് തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകി പിറക്കാനിരിക്കുന്ന യുഗം സർവനാശിയായ കലിയുഗമാണെന്നും അക്കാലത്ത് ജനങ്ങൾ ആത്മശാന്തിക്കും മോക്ഷത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപേണ ഭഗവാൻ മഹർഷിക്ക് ഉപദേശിച്ചു. ഭഗവാന്റെ തിരുമൊഴി ഉണ്ടായ കളത്തിന് അഥവാ സ്ഥലത്തിന് തിരുമൊഴിക്കളമെന്നും പേർ സിദ്ധിച്ചു. ക്രമേണ തിരുമൂഴിക്കളമായും തിരുമൂഴിക്കുളവുമായി തീർന്നു. ഇന്നും തമിഴ് ഗ്രന്ഥങ്ങളിൽ തിരുമൂഴിക്കളമാണ്. തിരുമൂഴിക്കുളം ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് കേരളീയർ വിശ്വസിക്കുന്ന ഐതിഹ്യത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് തമിഴ് വൈഷ്ണവരുടെ സങ്കല്പം. ദ്വാപരയുഗാന്തത്തിൽ കടലിൽ ഒഴുകി നടന്ന വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതായുള്ളതും ത്രേതായുഗത്തിൽ ഹരിതമഹർഷി തപസ് അനുഷ്ഠിച്ച് വിഷ്ണു ദർശനം നൽകിയ സ്ഥലത്ത് ലക്ഷ്മണനാൽ പ്രതിഷ്ഠിതമായെന്നുമായ 2 വ്യത്യസ്ത വിശ്വാസങ്ങൾ ക്ഷേത്ര പഴമയിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. നാട്ടുഭരണം ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന കാലഘട്ടത്തിൽ ഓരോ ക്ഷേത്രത്തിനും ഒന്നിലധികമോ രാജവംശങ്ങളുമായി ബന്ധമുണ്ടായിരുന്നതായി കാണാം. തിരുമൂഴിക്കുളം ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കിയാൽ പ്രധാനമായും ചേര രാജവംശം, കൊച്ചി രാജവംശം,
തിരുവിതാംകൂർ രാജവംശം എന്നീ 3 ബന്ധങ്ങളാണ് കാണുന്നത്. 5 ഏക്കറോളം വിസ്തൃതിയുള്ള 4 നടയിലേക്കും ഗോപുരമുള്ള ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാളികൾ കാവൽ നിൽക്കുന്ന വിളക്കുമാടത്തോടു കൂടിയ ബൃഹത്തായ ചുറ്റമ്പലം കാണാം. കിഴക്കേ നടയിലൂടെ വലിയമ്പലം കടന്ന് നാലമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ വിസ്തൃതമായ നമസ്കാര മണ്ഡപം കാണാം. തേക്കിൽ പണിത മേൽക്കൂരയിൽ കാണുന്ന അഷ്ടദിക്പാലകർ പുരാതന ദാരുശില്പകലയ്ക്ക് മകുടോദാഹരണങ്ങളാണ്. നാലമ്പലമാകെ വിരിച്ച കരിങ്കൽ പാളികൾ നടുമുറ്റത്തെ പ്രൗഢമാക്കുന്നു. മലയാളക്കരയിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന 2 നിലയിൽ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലാണ് ഇവിടെ. വടക്ക് ഭാഗത്ത് അഭിഷേകതീർത്ഥം പുറത്തേക്ക് വരുന്ന ഓവ് ദേവഭൃത്യൻ താങ്ങി നിർത്തിയിരിക്കുന്നു. ഒരേ ശ്രീകോവിലിൽ തന്നെ 2 ഭാഗങ്ങളായി ലക്ഷ്മണസ്വാമിയെയും ശ്രീ മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഓരോ നേരം നിവേദ്യം വയ്ക്കാൻ പ്രത്യേക തിടപ്പള്ളികളുണ്ട്. പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമായി നാലമ്പലത്തിനകത്ത് മണിക്കിണർ ഉണ്ട്. ഐതിഹ്യ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ സർവലക്ഷണവുമൊത്തൊരു മഹാക്ഷേത്രമാണ് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. പൗരാണികത, രേഖകൾ, രാജബന്ധം, വനോത്ഭവം, സമുദ്ര സാമീപ്യം, ഉയർന്ന സ്ഥാനം, പ്രാചീന പരാമർശങ്ങൾ, ചരിത്ര പ്രാധാന്യം, ശില്പകലാ വൈദഗ്ധ്യം, ഉത്സവാഘോഷങ്ങൾ എന്നിവയാണ് മഹാക്ഷേത്ര ലക്ഷണങ്ങൾ. നമസ്കാരം. ഞാൻ തിരുവനന്തപുരം കീഴിലുള്ള തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം മേൽശാന്തി MG കൃഷ്ണൻ. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ത്രേതായുഗത്തിൻ്റെ ആ കഥയുമായിട്ട് ബന്ധപ്പെടുന്ന വനവാസകാലത്തുള്ള കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ വരുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ കൃത്വായുഗത്തിൽ ഹരിത മഹർഷി ഈ നമ്മുടെ ക്ഷേത്രത്തിന് പിന്നിൽ കാണുന്ന പൂർണ്ണ നദി എന്ന് പറയും, ആ പൂർണ്ണ നദിയുടെ കരയിൽ തപസ്സിരുന്ന് അഥവാ ഭഗവാന്റെ ദർശനം കിട്ടി തിരുവായി മൊഴി ചൊല്ലിക്കൊടു സ്ഥലം എന്ന് പറയും. തിരുമൊഴി എന്ന് വെച്ചാൽ ശ്രീസൂക്തങ്ങൾ, കലിയുഗത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ വിഷ്ണു ഭഗവാൻ ഈ ഹരിത മഹർഷി ചൊല്ലിക്കൊടുത്താണ് ശ്രീസൂക്തങ്ങൾ എന്ന് പറയുന്നത്. ആ ശ്രീസൂക്തം ചൊല്ലിക്കൊടുത്ത ശ്രീസൂക്തിനാഥനായ വിഷ്ണു ഈ ദേശദേവനായിട്ട് കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു പഴയ പുരാണങ്ങളിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ത്രേതായുഗം വരുന്നു. ത്രേതായുഗത്തിൽ വനവാസകാലം, പഞ്ചവടിയിലെ രാമനും സീതയും ലക്ഷ്മണനും ചേർന്നിരിക്കുന്ന സമയത്ത് ഒരു വലിയ ശബ്ദം കേട്ട് രാമൻ ലക്ഷ്മണൻ പറഞ്ഞു, അല്ലേ അനുജ, നീ പോയി നോക്കൂ എന്താ ശബ്ദം കേൾക്കുമെന്ന് നോക്കുമ്പോൾ ലക്ഷ്മണൻ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ ഭരതൻ കുറേ സേനകളുമായിട്ട് ഭരതൻ വരുന്നത് കാണുമ്പോൾ പക്ഷേ ലക്ഷ്മണൻ മനസ്സിൽ തോന്നിപ്പോയി, എൻ്റെ ജ്യേഷ്ഠനായ രാമനെ കൊല്ലാൻ വേണ്ടിയാണ് ഭരതൻ്റെ വരവ്. അപ്പോൾ കൈകേയി വിട്ടതായിരിക്കാം, അയോധ്യ സിംഹാസനം എടുക്കാൻ വേണ്ടി, ജ്യേഷ്ഠനെ വധിക്കാൻ വേണ്ടി വരുന്നു എന്നൊരു മനസ്സിൽ തോന്നിയ ലക്ഷ്മണൻ. പക്ഷേ ഭരതൻ വന്ന് രാമൻ്റെ പാദകം സേവിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് വരണം, സിംഹാസനം ജ്യേഷ്ഠന് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പാദകം കൊണ്ടുപോവുകയും ആ പാദകം കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ലക്ഷ്മണന് ഒരുപക്ഷെ മനസ്സിൽ തോന്നി ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഭരതനെ കെട്ടിപ്പിടിച്ച് ആലിംഗനത്തിലൂടെ കെട്ടിപ്പിടിച്ച് മനസ്സിൽ തെറ്റി തോന്നിപ്പോയല്ലോ എന്ന് തോന്നി. കാരണം ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രേതായുഗത്തിൽ പറഞ്ഞ ആദിശേഷൻ എന്ന് പറയും. ലക്ഷ്മണസ്വാമി ആദിശേഷ അവതാരമാണ്. കാരണം നമ്മുടെ രാവണപുത്രനെ വധിക്കാൻ വേണ്ടിയിട്ട് 14 വർഷം ഉപവാസം എടുക്കുന്നു. എങ്ങനെ? ഊണ് വേണ്ട, ഉറക്കം വേണ്ട, ജലം വേണ്ട, അങ്ങനെ ഉപവാസം എടുക്കുന്ന ആളാണ് രാവണപുത്രനായ മേഘനാഥനെ വധിക്കാൻ വേണ്ടി. ആ ഉപവാസം എടുക്കാൻ വേണ്ടി തയ്യാറായ ആളാണ് ഈ ലക്ഷ്മണസ്വാമി. ആ രാമൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും ഈ 14 വർഷം ഊണും ഉറക്കവും ജലവും ഉപേക്ഷിച്ചുകൊണ്ട് അതിശേഷ അവതാരമായ സർപ്പരൂപനായ അനന്തനായ അവതാരമെടുത്ത ലക്ഷ്മണസ്വാമി ആ മനസ്സിൽ തോന്നിയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഏതോ കിളിയോ ചൊല്ലിക്കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെ വിഷ്ണു വന്ന സ്ഥലമെന്നറിഞ്ഞുകൊണ്ട് പഞ്ചവടിയിൽ നിന്ന് ഈ കാണുന്ന നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ആ പൂർണ്ണ നദിയുടെ കരയിൽ വന്ന്
ക്ഷേത്രം പണിഞ്ഞു എന്ന് പറയുന്നു. വിഷ്ണുവിന് വേണ്ടി ക്ഷേത്രം പണിത് തപസ്സനുഷ്ഠിച്ചു പോയി എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തിരുമൊഴിക്കളത്താൻ എന്ന് പറയുന്ന തമിഴന്മാർ അല്ലെങ്കിൽ നമ്മുടെ തിരുപ്പതിയിൽ 108 തിരുപ്പതിയിൽ പിറന്ന ഒരു മലയാള ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ആ മൊഴിക്കളത്താനായിരിക്കുന്ന വിഷ്ണുവിനെ കാണാൻ വേണ്ടി ലക്ഷ്മണസ്വാമി ഇവിടെ ത്രേതായുഗത്തിൽ വന്നതുകൊണ്ട് ഈ നാടിന് അനന്തവതാരവും ആദിശേഷാവതാരമായ ലക്ഷ്മണൻ വന്നുകൊണ്ട് ഈ നാടിന് സർപ്പദോഷം വരില്ലെന്നും ഇവിടെ ആരും സർപ്പദംശനമായിട്ട് മരിക്കില്ലെന്നും ഇവിടുത്തെ ഭഗവാന്റെ അഭിഷേകമായ തീർത്ഥം ശംഖാഭിഷേക തീർത്ഥത്തിന് നമ്മുടെ പഴയ പുരാണങ്ങളിൽ പറയുന്ന മണിത്തീർത്ഥമെന്നാണ്. ആ തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ സർപ്പദോഷം കൊണ്ടുവന്ന എനി ഡിസീസ് വിൽ ബി റിമൂവിങ്, നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെല്ലാം മരിച്ചു പോകുമെന്നാണ് അറിയപ്പെടുന്നത്. തമിഴരെ പ്രാചീനമായ കവി പറയുന്നത് നമ്മാൾവാർ എന്ന ദർശനം കിട്ടിയ സ്ഥലം കൂടിയാണ്. ആ നമ്മാൾവാറുടെ പാസുരത്തിൽ പറയുന്നുണ്ട്, അറിവില്ലായ 1020 അസുഖങ്ങൾ വരെ മാറുന്നു ഈ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ പുരാതന കാലത്ത് തുടങ്ങി പഴയ ആൾക്കാർ ഭഗവാനെ അനന്തനായ ആദിശേഷ അവതാരമായ ആ ഭഗവാൻ കാളികുത്തി സ്ഥലത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്നു ഇപ്പോഴും. പിന്നെയാണ് നമ്മുടെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ 4 വിഗ്രഹങ്ങളെ പൂജിച്ചു എന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോൾ നേരത്തെ തൃപ്രയാറിൻ്റെയും ഭരതൻ്റെയും ക്ഷേത്രം പറയുമ്പോൾ നമ്മൾ ഐതിഹ്യത്തിൽ കൂടുന്ന നാലമ്പല ദർശനമായിട്ട് ബന്ധപ്പെടുന്ന കഥയാണ് അടുത്ത നമുക്കിത് വരാൻ പോകുന്നത്. ദ്വാപരത്തിൽ കൃഷ്ണൻ വിഷ്ണുവിനെ കാണാൻ വേണ്ടി, കൃഷ്ണൻ പറഞ്ഞുകൂടാ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളെല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് കലിയുഗത്തിൽ പോകുന്നത് ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ കൃഷ്ണനും വിഷ്ണുവിനെ കാണാൻ വേണ്ടി എങ്ങനെ കൃഷ്ണന് മുന്നവതാരമായ രാമലക്ഷ്മണന്മാരെ കൂടെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടി കൃഷ്ണൻ തന്നെ പണി കഴിപ്പിച്ച വിഗ്രഹങ്ങളാണ് ഈ നാലമ്പലമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ രാമൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചേക്കുന്ന വിഗ്രഹങ്ങളെന്നാണ് പ്രാചീനർ പറയുന്നത്. അതിൻ്റെ കാരണം എന്നാൽ ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ പൂജിച്ച വിഗ്രഹങ്ങൾ കലിയുഗത്തിൽ ദ്വാരക പ്രളയം കൊണ്ട് മുങ്ങിപ്പോയപ്പോൾ സമുദ്രം എടുത്ത് ഈ വിഗ്രഹങ്ങളും ദ്വാരകയും സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയപ്പെടുകയും ശേഷം ഈ 4 വിഗ്രഹങ്ങളും കൂടി ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ കാണുന്ന പൂർണ്ണ നദിയിൽ ഈ വിഗ്രഹം വന്ന് കിടക്കുകയും അന്നത്തെ മുക്കോന്മാർക്ക് ഈ വിഗ്രഹം ലഭിക്കുകയും അന്നത്തെ ദേശരാജാവായ വാഖേൽ കൈമൾ എന്നാണ് ദേശരാജാവിൻ്റെ പേര്, ആ രാജാവിനെ സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. രാജാവ് അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ കൊട്ടാരമായ ജ്യോതിഷനോട് ചോദിച്ചെന്നാണ് പറയപ്പെടുന്നത്. ആ ജ്യോതിഷനോട് ചോദിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ ചോദിക്കുമ്പോൾ ഇതെല്ലാം നദിയുടെ കരയിൽ തന്നെ നദിയിൽ നിന്ന് ലഭിച്ചുകൊണ്ട് നദിയുടെ കരയിൽ തന്നെ ക്ഷേത്രം പണിത് ഇതിനെല്ലാം സംരക്ഷിക്കണമെന്നാണ് ജ്യോതിഷവചനത്തിൽ കിട്ടിയത്. ശേഷം രാജാവ് ജ്യോതിഷപ്രകാരം രാമൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും 3 ക്ഷേത്രത്തിന് സ്ഥാനം കണ്ടെത്തി കൊടുത്തു. പക്ഷേ ഈ നമ്മുടെ ലക്ഷ്മണ പെരുമാളിന് മാത്രം സ്ഥാനം കണ്ടെത്തിയില്ല. രാജാവ് ആകെ പരവശനായിപ്പോയി. കാരണം 3 ക്ഷേത്രത്തിന് സ്ഥാനം കണ്ടെത്തിയെങ്കിലും ഈ പെരുമാളിൻ്റെ ക്ഷേത്രത്തിന് സ്ഥാനം കണ്ടെത്തിയില്ലോ. അല്ലയോ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ശേഷം ഒരു ദിവസം രാജാവിന് സ്വപ്നദർശനം കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ആ സ്വപ്നദർശനത്തിൽ കണ്ടത് എന്തെന്ന് വെച്ചാൽ, എവിടെ നദിയുടെ കരയിൽ ആന ഓടി വരും, മയിലാടി വരും, അവിടെ ഒരു മണ്ഡപം കാണാം, മണ്ഡപത്തിൽ വേണം സ്ഥാനം, ഈ വിഗ്രഹത്തിന് സ്ഥാനം കൊടുക്കാൻ എന്നാണ് ദർശനം കിട്ടിയെന്നാണ് രാജാവ് പിന്നെ പറയപ്പെടുന്നത്. ശേഷം രാജാവ് നോക്കിയപ്പോൾ ഒരു ദിവസം പീലി വിടർത്തി നിന്ന് ആ മയിൽ ഇവിടെ വന്നിരുന്നെന്നും ആ മയിൽ വന്നപ്പോൾ ഈ ദേശം കാടും നദിയും മൂടിക്കിടന്ന ഈ ദേശം കണ്ടെന്നും ശേഷം കുതിച്ചാടി വന്ന ആനയെ ആദ്യം പിടിച്ചിരുത്തിയെന്നാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ ഗണപതി എന്ന് പറയാം. കാരണം കുതിച്ചാടി വന്ന ആനയെ പിടിച്ചിരുത്തിയ ശേഷമാണ് ആ വഴികാട്ടിയ ആന കാണിച്ചു കൊടുത്ത ലക്ഷ്മണസ്വാമി ത്രേതായുഗത്തിൽ പണിതുപോയ ക്ഷേത്രം കാണുന്നത്. അപ്പോൾ ആ ലക്ഷ്മണസ്വാമി ത്രേതായുഗത്തിൽ പണിത ക്ഷേത്രം, ആ മണ്ഡപം കാണുന്നത് ഈ വഴികാട്ടിയിരിക്കുന്ന ആനയാണ്. ആ ആനയ്ക്ക് സ്ഥാനം കൊടുത്ത് അകത്ത് തെക്കുവശത്ത് ഗണപതിയെ, നമ്മുടെ കൊട്ടാരക്കര പോലെ തന്നെ തെക്കുവശത്ത് ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ഗണപതിക്ക് ദിവസവും അപ്പം നിവേദ്യം വളരെ വിഭവസമൃദ്ധമായി അപ്പം കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം അദ്ദേഹമാണ് ഇവിടെ വഴികാട്ടിയായി അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആ സ്ഥലം കൊടുത്ത് അവിടെ സ്ഥാനം കൊടുത്ത് ആന അവിടെ തന്നെ ജീവൻ വെടിഞ്ഞു പോയി എന്നാണ് പഴമക്കാർ എഴുതി വച്ചിരിക്കുന്നത്. ശേഷം നമ്മുടെ ലക്ഷ്മണസ്വാമി പണിത ക്ഷേത്രം കണ്ട് ആ ലക്ഷ്മണസ്വാമി പണിത ക്ഷേത്രത്തിൽ തന്നെ ഈ ലക്ഷ്മണ വിഗ്രഹത്തിനെയും കൂടി പ്രതിഷ്ഠിച്ചെന്നാണ് നമ്മൾ പഴമക്കാർ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കക്ക കഥ പറഞ്ഞാൽ ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ സ്വാമി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ കലിയുഗത്തിൽ ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം തന്നെ വന്നിരുന്നു എന്ന് പറയപ്പെടാം. അങ്ങനെ 3 യുഗത്തിനും സാക്ഷിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്ന ശ്രീകോവിലിന് താഴെയിരിക്കുന്ന തറ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാടിന് സർപ്പദോഷം വരില്ലെന്നും സർപ്പം കടിച്ച് മരിക്കില്ലെന്നും അറിയപ്പെടാൻ കാരണം ആദിശേഷ അവതാരം അല്ലെങ്കിൽ ലക്ഷ്മണസ്വാമി ഒരേ ഒരു ഇടത്തിൽ മാത്രം ലോകത്ത് ഏകനായിട്ട് വന്നിട്ടുള്ളൂ, രാമനെ വിട്ട്. അതിവിടെ മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം രാമനെ കൂട്ടിപ്പോയെന്നാണ് നമ്മുടെ രാമായണ കഥയിൽ പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ മാത്രം കുറച്ച് ദിനം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഭഗവാൻ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി വിഷ്ണുവിനെ കാണാൻ വേണ്ടി വന്നു എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാലമ്പല സമയത്ത് ഇവിടെ എല്ലാവരും ഈ 4 ക്ഷേത്രം കൂടി കണ്ടു തൊഴുതു പോകുന്നതാണ്. അത് വളരെ വിശേഷമാണ്. നാലമ്പല സമയം കർക്കിടക മാസത്തിലാണ് 4 ക്ഷേത്രം കൂടി ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കൃഷ്ണൻ വിഷ്ണുവിനെ കണ്ടു അങ്ങനെ കാണുമെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ നാലമ്പല ക്ഷേത്രത്തിൽ 4 ദിവസം ഒരേ ദിവസം തന്നെ എല്ലാവരും 4 ക്ഷേത്രത്തിൽ കൂടി കടന്നു പോകുന്നത്. ആ 4 ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാന്റെ വിഷ്ണു ദർശനം കിട്ടുന്ന ഐതിഹ്യം കൂടിയാണ് ഈ കർക്കിടക മാസത്തിൽ കേരളത്തിലെല്ലാവരും ആചരിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ പ്രധാനമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ വേറൊന്നുണ്ട്. നമ്മുടെ കിഴക്ക് പുറത്ത് നമ്മുടെ കിഴക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തായിട്ട് ഈശാനകോണിൽ ഗോശാലകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ പഴയ രാജപ്രഭുമാർ പൂജിച്ചിരുന്ന ആ കൃഷ്ണ വിഗ്രഹമാണെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പ്രത്യേക ഐതിഹ്യം എന്താ വെച്ചാൽ സന്താനമൂർത്തിയാണ്. സന്താനഗോപാലമായിരിക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുന്ന നിറയെ നമ്മൾ നാലമ്പലത്തിൽ തന്നെ കുറേ തലശ്ശേരിക്കാരും അല്ലെങ്കിൽ കാസർഗോഡുകാരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കുട്ടികളായ ശേഷം തൊട്ടിൽ കെട്ടാൻ വേണ്ടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടിൽ വളരെ വിഭവമാണ്. ആ കർക്കിടക മാസം ഏതാണ്ട് ഒരു 10,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000 തൊട്ടിൽ തന്നെ ഇവിടെ സമർപ്പണം നടക്കുന്നുണ്ട്. അത്രത്തോളം ജനങ്ങൾ വരുന്ന് സമർപ്പിച്ച് പോകുന്നു. തൊട്ടിലും സന്താനമൂർത്തിക്കുള്ള അർച്ചനയും ചരട് ജപവും അവിടുന്ന് ചരട് കെട്ടി പോകുന്ന കുട്ടികൾക്ക് വരെ ഇന്നും ആ ഗോശാലകൃഷ്ണനെ പോലെ കളിക്കാനുള്ള അനുഗ്രഹം വരെ ഉണ്ടാകുന്നതാണ്. ഇവിടുത്തെ വന്നു പോകുന്ന ആലമ്പലക്കാർ വരെ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഓരോരുത്തർ അഭിമുഖം തരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു പോയേക്കണം ഞങ്ങൾക്ക് വളരെ അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടും പുണ്യഭൂമിയായിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മളെല്ലാവരും ദർശിച്ചു പോകുമ്പോൾ അത് ലക്ഷ്മണ പെരുമാളിനെയും തെക്കുവശത്ത് ഗണപതിയെയും അകത്ത് നമ്മുടെ ദേവീ സാന്നിധ്യം ഇരിക്കുന്ന സുന്ദര വായിക്കുന്ന ഒരു മൂർത്തിയുണ്ട്. ദേവീമൂർത്തിയാണ്. ആ ദേവീമൂർത്തിയാണ് ഈ സ്ഥലത്തിൻ്റെ പഴയ അധിപത എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ. അതുകൊണ്ടാണ് ദേവിയെ നമ്മുടെ ശാസ്താവിൻ്റെ അകത്തിരിക്കുന്നത്. ആ ശാസ്താവിനും ദേവിക്കും തുല്യ പ്രാധാന്യമാണ് അവിടെ. എന്ത് പ്രാർത്ഥിച്ചാലും നടക്കാൻ വേണ്ടി ആൾക്കാർ എഴുതിരി കത്തിക്കുന്നു. ശനിദോഷം തീരാൻ വേണ്ടി നാലമ്പലക്കാലത്ത് നിറയെ ലക്ഷങ്ങളോളം എഴുതിരിയാണ് അവിടെ കത്തുന്നതെന്ന് വേണ്ടി നമുക്ക് കാണപ്പെടാൻ പറ്റും. അതുപോലെ ആദ്യം യക്ഷിക്ക് കുങ്കുമാർച്ചന നടത്തി പൗർണമിക്ക് മാത്രം അവിടെ പൂജയുള്ളൂ, വിശേഷമായ പൂജ. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടുത്തെ വഴിപാടുകളിൽ പ്രധാനമായിട്ട് പറയുന്നത് ലക്ഷ്മണ പെരുമാളിന് കുടുംബാർച്ചന. ആ കുടുംബാർച്ചന ഇവിടെ നിന്ന് ഒരു പുഷ്പം കൊണ്ടുപോയി വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സർപ്പദോഷം വരില്ലെന്നാണ് പഴമക്കാർ പറയപ്പെടുന്നത്. പിന്നെ ലക്ഷ്മണ സൂക്താർച്ചന, വളരെ ഭയപ്പാടും മറ്റതും മാറാൻ വേണ്ടി ലക്ഷ്മണൻ്റെ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ലക്ഷ്മണ സൂക്താർച്ചന. ഇതാണ് ലക്ഷ്മണ പെരുമാൾ പ്രധാനമായിട്ട് പാൽപ്പായസം. ഇതാണ് അകത്ത് നടത്തുന്ന വഴിപാടുകൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണപതിക്ക് അപ്പം കൊടുക്കുക. എത്ര കൊടുത്താലും മതിയാവാത്ത ആ വഴിപാടാണ് അപ്പം. അത്രത്തോളം കൊടുക്കണം. ദിവസം സാധാരണ ദിവസങ്ങളിൽ പോലും ഒരു 10, 100, 150 അപ്പങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ആ അപ്പം കൊടുക്കുന്നത് വളരെ വഴിപാടാണ്. സുന്ദരക്ഷി അല്ലെങ്കിൽ ദേവീ സാന്നിധ്യമുള്ള അകത്തിരിക്കുന്ന ആ ദേവിക്ക് നമ്മൾ കുങ്കുമാർച്ചന, പിന്നെ പൗർണമി പൂജ ഇതാ വിശേഷമാണ്. പൗർണമിക്ക് പൂജ നടത്തിയാൽ വിവാഹം വരെ നടന്ന ചരിത്രങ്ങൾ ഇവിടെയുണ്ട്. ഇഷ്ടംമാരെ നമ്മൾ ധാരാളം കേരളീയന്മാർക്ക് അനുഭവമുള്ള തമിഴന്മാരും എല്ലാം അനുഭവങ്ങൾ പങ്കിടുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർ വർഷത്തിലോ 10 വർഷത്തിലോ ഒരിക്കലും വന്ന് ആ ദർശനം നടത്തി പെരുമാൾ സേവിച്ച് പോകുമ്പോൾ ഇതെല്ലാം നടത്തി പോകുന്നുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങൾ നാലമ്പലം അല്ലെങ്കിൽ അതിൻ്റെ ശേഷം വരുന്ന ഭക്തന്മാർ ധാരാളം കഴിക്കുന്ന നാലമ്പലത്തെ സമയത്ത് പോലും നടത്തുന്ന വഴിപാടുകളാണ് അകത്ത് നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോയ ഗോശാലകൃഷ്ണന് ചരട് ജപവും സന്താന ഗോപാലാർച്ചനയും തെറ്റിൽ ഇത് കുട്ടികളുണ്ടാവാനും അതെല്ലാം ഇവിടുത്തെ പെരുമയിൽ ക്ഷേത്രത്തിൻ്റെ സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടി ഇവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് പോകുന്നു. ആ പ്രാർത്ഥിച്ച് പോകുന്നതുകൊണ്ട് അവർ അനുഭവം കൊണ്ട് അത് പങ്കെടുക്കുന്നു. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമയം നാലമ്പല സമയത്ത് നമ്മൾ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഥയെ പറഞ്ഞ ലക്ഷ്മണസ്വാമിക്ക് ഉറക്കവും ഊണുമില്ല എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് രാവിലെ 3:30, 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2, 2:30 വരെ ഇടയ്ക്കൊന്നുമില്ല. ക്ഷേത്രം പിന്നെയും ഒരു മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ തന്നെ തുറന്ന് വൈകുന്നേരം 4 മണിക്കിന് വീണ്ടും ദർശനം കൊടുക്കുന്നു. കാരണം അനേകായിരം ജനങ്ങൾ വന്നു പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് ലാസ്റ്റ് വന്ന ക്ഷേത്രമായതുകൊണ്ട് നമ്മൾ ദർശന സമയം വരെ കൂട്ടിയിരിക്കുന്നത് 10 മണി രാവിലെ, സാധാരണ രാത്രി 9 മണി വരെയും ശനി ഞായറും തിരക്കനുസരിച്ചുള്ള സമയം 10 മണിയാണ് പറയുന്നതെങ്കിൽ പോലും കഴിഞ്ഞ വർഷമൊക്കെ ഏതാണ്ട് 11 മണി വരെ അടയ്ക്കേണ്ട അവസ്ഥ എത്തി. അതുകൊണ്ട് ദർശനത്തിന് എല്ലാവരും വന്നാലും അത് സമയം വഴിപാട് കഴിക്കാൻ സമയമുണ്ട്, സ്ഥലമുണ്ട്. ഭഗവാന്റെ അകത്തേക്ക് വന്നാൽ ഇഷ്ടംമാരെ സ്ഥലമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വഴിപാട് കഴിച്ച് ഇവിടെ പോകുന്നു. പിന്നെ അന്നദാനം നടക്കുന്നു. ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നത് വിശേഷമാണ്. ഉച്ചയ്ക്ക് 11 മണി തുടങ്ങി വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണി വരെ നമ്മൾ ആര് വന്നാലും കൊടുക്കാൻ വേണ്ടി അന്നദാനം കൊടുക്കുന്നു. നമ്മൾ ഇത്തവണ പ്രാതൽ എന്നുള്ള സംഭവം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഭഗവാൻ സഹായിച്ചാൽ അതുകൂടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് നടത്താൻ വേണ്ടി ഞങ്ങൾ ഭക്തന്മാരുടെ മനസ്സുണ്ടെങ്കിൽ നടക്കുന്ന രീതിയിൽ നടത്താൻ വേണ്ടി ആലോചിക്കുന്നു. പിന്നെ ക്ഷേത്ര വഴിപാടുകളിൽ പറഞ്ഞ പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ തിരിക്കൂത്ത്, ചാക്യാർ കൂത്തൊക്കെ വിശേഷമായ ചാക്യാർ കൂത്തിന് ഉറവിടം തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയാം. ചാക്യാർ കൂത്ത് തുടങ്ങി വെച്ചത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പറയുന്നു. അകത്ത് ലക്ഷ്മണസ്വാമി ചാക്യാർ കൂത്ത് കാണാമെന്ന ചരിത്രം തന്നെ ഇതിൻ്റെ ഏടുകൾ പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മണ പെരുമാളിന് എല്ലാ വർഷവും വൃശ്ചിക രാശി സമയത്ത് വന്ന് ആ ചാക്യാർ കൂത്ത് ഇവിടെ കളിക്കണം, കൂത്താശാൻ വന്ന് അത് നമ്മുടെ അമനൂർ ചാക്യാർ വന്ന് ഇവിടെ കളിക്കണമെന്നാണ്. ആ ഭഗവാൻ ആ ചാക്യാർ കൂത്തിന് ഏത് സമയത്താണോ വൃശ്ചിക രാശി സമയം പറഞ്ഞത് ആ സമയത്ത് കൂത്താടിയ ശേഷം മാത്രമേ നടയടയ്ക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ വർഷം രാത്രി 1 മണിക്കായിരുന്നു ഭഗവാൻ കാത്തിരിക്കും. ആ ചാക്യാർ വന്ന ശേഷം മാത്രമേ
കൂത്ത് തുടങ്ങിയ ശേഷം മാത്രമേ ക്ഷേത്രം അടയ്ക്കുള്ളൂ. അതുപോലും ചാക്യാർകൂത്തുമായി ബന്ധമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞ് പുരാതനമായി ബന്ധപ്പെടുന്ന കഥയും കൂടി പറയുന്നുണ്ട്. കാരണം ഇത് തമിഴന്മാരുടെ എങ്ങനെയായി എന്ന് വരെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. തമിഴന്മാരെന്ന് വെച്ചാൽ നമ്മുടെ പാശ്ചാത്യ അന്യസംസ്ഥാനക്കാർ, അതിൽ പ്രധാനമായിട്ട് തമിഴന്മാർ പെരുമാളന്മാരാണ് ഈ 108 ദിവദേശങ്ങളിൽ 108 കാണപ്പെടുന്നത്. എല്ലാം പെരുമാളന്മാരാണ്. ഇവിടെ നമ്മുടെ തിരുമൂഴിക്കുളത്തമ്മൻ ലക്ഷ്മണ പെരുമാൾ, തൊട്ടടുത്ത് തൃക്കാക്കര വാമനമൂർത്തി തിരുവിക്രമ പെരുമാൾ, നവാമുകുന്ദൻ പെരുമാൾ, അങ്ങനെ 13 ക്ഷേത്രങ്ങൾ മലനാട് ദിവദേശങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കാരണം എന്നാൽ ഈ നാടിൻ്റെ ആദ്യത്തെ പേര് മഹോദയപുരം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ, തിരുവഞ്ചിക്കുളം എന്നെല്ലാം വിളിക്കും. പക്ഷേ അതിൻ്റെ പുരാതനമായ പേര് കിടക്കുന്നത് മഹോദയപുരം എന്നാണ്. അതിശേഷനായിരിക്കുന്ന ഈ ഭഗവാനെ കാണാൻ വരുന്ന നമ്മുടെ ഭഗവാൻ ഇപ്പോൾ ശേഷം 900 കാലത്ത് തിരുവങ്ക രാജാവ് ക്ഷേത്രം എടുത്ത് പുനർനിർമ്മാണം നടത്തിയപ്പോൾ ഈ കാണുന്ന ശിലയിൽ പോയ ശിലയെല്ലാം ചേർത്ത് വെച്ച് പഞ്ചലോഹത്തിൽ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചാണെന്ന് പറയാം. അത് നമ്മുടെ കലശകാലത്ത് വീണ്ടും അത് മാറ്റി ഓരോ ശില ചേർത്ത് വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം നമ്മൾ കാണുമ്പോൾ കൈയും കാലും സ്വർണ്ണ നിറത്തിൽ കാണപ്പെടും. അത് ദർശിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ടിപ്പു നശിപ്പിച്ച കാലം കളയാൻ പാടില്ലാത്ത വിഗ്രഹമാണ്. അമൂല്യ വിഗ്രഹമായതുകൊണ്ട് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പതിവുന്നത്. എന്തായാലും നിങ്ങൾ ഈ ദർശിക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ തമിഴന്മാർ പറയുന്നത് ഇപ്പോൾ ഒരു വണ്ടി തമിഴന്മാർ വന്നിട്ട് എല്ലാ ദിവസവും തമിഴന്മാരിവിടെ യാഥാസ്ഥിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വളരെ വളരെ ഒരു ഐതിഹ്യം കൊണ്ട് നടന്നിരിക്കുന്ന സ്ഥലമാണ്. അവരുടെ ഒരു തിരുപ്പതി ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആനാദി വന്നു. പിന്നെ നമ്മുടെ പെരുമാളിൻ്റെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ പൂർണ്ണ ചരിത്രങ്ങളെ പറഞ്ഞു. അതിൻ്റെ ഐതിഹ്യമായി ബന്ധപ്പെട്ട് സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടി ഇന്നും തമിഴരും അല്ലെങ്കിൽ നമ്മൾ പാശ്ചാത്യരും വന്ന് അന്യസംസ്ഥാനക്കാരെ ഏറ്റവും കൂടുതൽ ഇവിടെ നാലമ്പലം കഴിഞ്ഞാൽ ദർശിക്കാൻ വരുന്നത്. അത് ഒരു വർഷം ഏതാണ്ട് ഒരു 50,000 പേരോളം വന്ന് പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. അന്നദാനത്തിനെല്ലാം ചെയ്തു പോകുന്നുണ്ട്. അവരെല്ലാം ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു പോകുന്നു. അവരെല്ലാം വളരെ വളരെ സുമനസ്സോടുകൂടി ഈ ക്ഷേത്ര പെരുമാളിൻ്റെ ലക്ഷ്മണ പെരുമാളാണെന്ന് പറയാവുന്ന കാരണം തന്നെ പെരുമാൾ. അപ്പോൾ നമ്മുടെ വേണമെങ്കിൽ പുരാണികൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊഴിക്കലം കച്ചം, കേരളത്തിലെ ആദ്യത്തെ സുപ്രീം കോടതി വേണമെങ്കിൽ രാജകാലത്ത് വേണമെങ്കിൽ ഇവിടെ പറയാം. മൊഴിക്കളം കച്ചം എവിടെ ആയിരുന്നു പറയുന്നു. പിന്നെ ഒരു കഥയും കൂടി ബാക്കി പറയാം. 200 വർഷം ടിപ്പു നശിപ്പിച്ചു പോയ ശേഷം ഈ ക്ഷേത്രം തന്നെ ജീർണിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ അടുത്തൊരു പട്ടംതിരുത്തി മന എന്ന് പറഞ്ഞ ഇല്ലം, തന്ത്രിയുടെ ഇല്ലമാണ്. അവിടെ നിന്നൊരു അന്തർജനം വന്ന ദിവസവും ഇവിടെ നിവേദ്യങ്ങൾ കൊടുത്തിരുന്നു. ആ ഓർമ്മയ്ക്ക് ഇന്നും ഭഗവാൻ മേടമാസ ഉത്രാടം ഉത്സവത്തിൻ്റെ വലിയ വിളക്കിൻ്റെ അന്ന് പെരുമാളിൻ്റെ ഉത്സവമൂർത്തി അങ്ങോട്ട് പോയിട്ട് അവിടെ ഇറങ്ങി ആ ഇല്ലത്തിറങ്ങി ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ തിരിച്ച് വന്ന് ഉത്സവം നടത്തുന്നു. അത് വലിയ ഐതിഹ്യം കൂടിയാണ്. ശേഷം 900 കാലത്തിലേക്ക് ടിപ്പു നമ്മുടെ തിരുവാങ്ക രാജാവ് ക്ഷേത്രം ഇന്ന് കാണുന്ന പ്രൗഢ നിലയിലെത്തിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും നാലമ്പല ദർശനത്തിനോടും അല്ലെങ്കിൽ അന്യസംസ്ഥാനക്കാർ വന്ന എല്ലാവരോടും ആ ഭക്തമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതെല്ലാവിധം തിരുവാങ്ക ദേവസ്വം ബോർഡിൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവർക്കും എല്ലാവിധ ആശീർവാദങ്ങളും. നമസ്കാരം, എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ തിരുമൂഴിക്കുളം ദേവസ്ഥൻ്റെ സബ് ഗ്രൂപ്പ് ഓഫീസറായി ജോലി ചെയ്തു വരുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പല ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രം. ക്ഷേത്രം 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. കർക്കിടക മാസത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് ഈ വർഷത്തെ കർക്കിടക മാസ ഫെസ്റ്റിവൽ നടന്നു വരുന്നത്. ഈ വർഷവും ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. ദിവസവും ഈ ഫെസ്റ്റിവൽ കാലയളവിൽ 2000 പേർക്ക് അന്നദാനം നമ്മൾ നടത്തി വരുന്നുണ്ട്. ഈ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം ഭക്തജനങ്ങൾക്കുള്ള എല്ലാ സുരക്ഷയും സൗകര്യങ്ങളും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉതകുന്ന എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ചെയ്തു വരുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഫെസ്റ്റിവൽ കാലയളവിലേക്ക് സ്വാഗതം. തത്ര യസ്തു പരവിത്താപത്യ കളത്രാണ്യ അപഹരതി സഹി കലാപാശ ബന്ധോ യമപുരുഷൈർ അതിഭയാനകൈസ്താമിസ്ത്രേ നരകേ ബലാനിപാത്യതേ അനശനാനുപാന ദണ്ഡതാടന അനുപാനം യാത്യമാനോ ജന്തുര്യത്ര കശ്മലമാസാദിത ഏതദൈവ മൂർച്ഛാ ഉപയാതി താമിശ്രപ്രായേ. നമസ്കാരം, എൻ്റെ പേര് അജിത. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. മുഴിക്കുളം അമ്പലം എന്ന് പറയുമ്പോൾ എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ അല്ല ജനിച്ചു വളർന്നത്. എന്നെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്.
അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ച്, നാലമ്പലത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ കല്യാണം കഴിച്ചു വന്നപ്പോൾ വളരെ സന്തോഷമായി. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നും വരാം, ഭഗവാനെ തൊഴാം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നാലമ്പലത്തിൽ. പ്രത്യേകിച്ച് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ നാലമ്പല ദർശനത്തിനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളും, എനിക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വരാറുണ്ട്. നമുക്ക് വിളിച്ചാൽ എപ്പോഴും വിളി കേൾക്കുന്നൊരു ഭഗവാനാണ് നമ്മുടെ ലക്ഷ്മണസ്വാമി. പിന്നെ പെരിയാറിൻ്റെ തീരത്താണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കർക്കിടക മാസമായിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ദർശനം നടത്താറുണ്ട്. അപ്പോൾ ഈ കൊല്ലവും എല്ലാവരും വന്ന് നല്ല ഭംഗിയായി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് പോകണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവും.